ഹായ് കുതിര ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റൊയാദ് ഫാം ഹൗസിലേക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആരാന്ന് വെച്ചാൽ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിന്നായിരുന്നു MSc കഴിഞ്ഞിട്ടുണ്ടായത്. MSc ഇൻ കെമിസ്ട്രി. അപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ആണ്. കോഴിക്കോട് ഓമശ്ശേരിയിലുള്ള റൊയാദ് ഫാം ഹൗസിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ്താറിന് മുന്നേ ഒരു ഫാം വിസിറ്റും കൂടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എല്ലാവരും ഒരു കുർത്ത സെറ്റപ്പ്. ഇനി എന്താ റഷാൻ അങ്ങനെ വന്നേ? ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. സോ സ്വന്തം തറവാട് പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. നല്ല കുറേ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ലൈക്ക് സമാധാനപരമായിട്ട് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളുണ്ട്. ഈ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഇപ്പം എന്താ പ്രശ്നം എന്ന് അറിയാം, സ്റ്റോറേജിനൊരു പ്രശ്നമുണ്ട്. വേറെ മുട്ടിയാണല്ലോ. 4 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എല്ലാം വന്ന് നോക്കുമ്പോഴത്തേക്കും 5-5 കാലമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി അങ്ങോട്ട് സെറ്റാവും. കൊമ്പ് മുറിച്ച് ഹായ് കുതിര ഞങ്ങട്ടിക്കില്ലേനോ? ആ അനങ്ങാണ്ട് വരൂ, അനങ്ങാണ്ട് നിൽക്കൂ. അല്ല പേർഷ്യൻ മെക്സിക്കൻ്റെ എല്ലാം തരാൻറ്റില്ല പറഞ്ഞിട്ട് തെറ്റാണ്. കയ്യിലെടുക്കാൻ വേണമെങ്കിൽ ഇല്ല, ഒന്നും ചെയ്യില്ല, തെറ്റാണ്. ആരും എടുക്കലില്ല. തെറ്റാണ്. പുറത്തു പോയാൽ കുടിക്കുന്ന ഓർക്ക് പേടി. പൂട്ടിക്ക അല്ല, പുറത്തു പോയി പിന്നെ എടുക്കാനില്ലൊരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൊട്ടിയ മുട്ടേൻ്റെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേനു. നമ്മളെല്ലാവരും കൂടി പോവുക, ഫുഡ് കഴിക്കുക, പോരുക, എൻജോയ് ചെയ്യാതെ ഉള്ളായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കാണും ആക്കും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ, ഭയങ്കര സന്തോഷം. ഇവിടെയുള്ള പലതിനെയും ആദ്യമായിട്ട് കാണുന്നവരായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ആൾക്കാരും. ഇതാണ് ഓന്ത്. എന്താ പറഞ്ഞേ? ഒക്ടോബസോ എന്നൊക്കെ ചെയ്യണം ഗൈസ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രശ്നമല്ല, അവൻ അതിൻ്റെ ഉള്ളിൽ നോട്ടെ. എൻ്റെ വക തൊട്ട് നീ കൊള്ളാമല്ലോടി പെണ്ണെ. എന്താ ഒരു ദേഷ്യം? ഹായ്. കുറേ ഡിഫറെൻറ്റ് പെറ്റ്സുകളൊക്കെ കണ്ടു. പണ്ടേ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കാൻ ഇപ്പം എന്നോട് പറഞ്ഞാൽ മതിയേനും. നല്ല രസമുണ്ട്. പിന്നെ ഈറ്റുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു. കയറാനുള്ള ഒരു ഇതെന്താ സാധനം? ഓസ്ട്രിച്ചിന്റെ മുകളിൽ കയറാൻ. ഇപ്പൊ 55 കിലോ ഉണ്ട്. ബാലൻസ് ആക്കാൻ അതെ മതി. നല്ല സുഖം. അതെ, അപ്പൊ നമ്മൾ ബീച്ചിൽ പോയപ്പോ കളിച്ചോർമ്മ. എനിക്ക് ട്രിക്ക് പറഞ്ഞു ചെയ്യാണ്ടെന്ന്. അല്ല, മറ്റേ എന്താ കുട്ടീന്റെ പേര്? ഷിട്ടു. ആ, ഷിട്ടുവിന്റെ പോലത്തെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ. അതല്ല മോനെ. നോമ്പിന്റെ കാര്യത്തിൽ നമ്മള് കറക്റ്റ്. ഇത് പിന്നെ നിസ്കരിക്കാനുള്ള സ്ഥലം ഒരു സെറ്റ് ചെയ്തതാണ്. ബാങ്ക് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ അതിന് മുന്നേ ഒരു ഫുൾ എല്ലാം സെറ്റാക്കി വെച്ച് നല്ല ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മൾ ഔട്ട്ഡോർ വേണോ ഇൻഡോർ വേണോ എന്ന് അവർ ചോദിച്ചു. എനിക്ക് തോന്നി ഇൻഡോർ ആയിരിക്കും ബെറ്റർ. ഞങ്ങൾ മാത്രമുള്ളൊരു ഒരു ലോൺ സ്പേസ് ആയിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. സോ ഇതാണ് ഞങ്ങളുടെ സ്പേസ്.
നല്ലൊരു കോസി ഒരു റെയിൻഫോൾ പോലെയുള്ള നല്ല ഭംഗിയില്ലേ guys. Wow. Oh wow guys. Hi, mashallah. പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയി വെക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ ഫുഡിൻ്റെ ഒരു പാക്കേജാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 490 റുപ്പീസിൻ്റെ ലൈക്ക് നോമ്പ് തുറക്കാനുള്ളതും പിന്നത്തെ മെയിൻ ഫുഡും ഒക്കെ ഇൻക്ലൂഡഡായിട്ട് നല്ലതാണ് കേട്ടോ. കറക്റ്റ് ഞങ്ങൾക്ക് 9 ഇരിക്കാനൊരു സെറ്റപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അറിഞ്ഞ് ചെയ്ത് വെച്ച പോലെ നല്ലേ. എൻ്റെ പഞ്ചാബിലുള്ള സമയത്ത് ഞങ്ങൾ ഈ മെസ്സിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എല്ലാം കൂടി നിരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നോക്കലായിരുന്നു പണി. അത് തന്നെ ഇവിടുന്ന് നടന്നു. പക്ഷേ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം അത് പിന്നെ റിപ്പീറ്റഡായി വന്നപ്പോൾ ഭയങ്കര ഹാപ്പി പൊലിവായി. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയി നിസ്കരിച്ച്. നല്ല നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായി. മെയിൻ കോഴ്സ് പിന്നെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലഗോൺ ചിക്കൻ ബിരിയാണിയും മന്തിയും. പക്ഷെ ഒരു ബിരിയാണിയാണ് സെറ്റാക്കിയത്, പക്ഷെ കുഴപ്പമൊന്നുമില്ലേനും, അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ചായക്ക് ലേശം മധുരം കൂടി പോയെന്നൊരു സംശയമുണ്ട്, പക്ഷെ എല്ലാം ഒരു മധുരമില്ലാത്ത തരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ തന്നതുകൊണ്ട് സർവീസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ല പാൽക്കപ്പ ഗൈസ്, പാൽക്കപ്പയും മീൻകറിയും അത് സെറ്റ് ചെയ്യുന്നു. കുറേ നേരം വട്ടത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സീരിയസ് ടോക്കിലേക്ക് പോയിട്ടോ ഞങ്ങൾ. ഭാവി കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് എന്നൊക്കെ, അതൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ. അതിനിടയിൽ BEd സിനാൻ്റെ കുറച്ച് കോപ്രായങ്ങൾ കണ്ടു ഞങ്ങൾ. നല്ല രസമായിരുന്നു BEdകാരുടെ ഓരോ പരിപാടികളും. പിന്നെ ഡെസേർട്ടിനായിട്ട് ഐസ്ക്രീം ആയിരുന്നു. ചീത്ത പറയില്ല, പക്ഷെ ഉപദേശം അതിന്റെ സൈക്കൂല. എന്തില്ല തിരിച്ചറിവില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തില്ല നമ്മൾ പറയണം, ബോധമില്ല, തിരിച്ചറിവില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാനൊക്കെ എത്ര പറഞ്ഞു എന്തില്ല. ഞങ്ങളാണെങ്കിൽ ഫാം വിസിറ്റൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്കായും പോയത് കേട്ടോ. ഈ ഭാഗവും ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചോ നമ്മൾ കണ്ടിട്ടില്ല. ദൂരെ നിന്ന് ലൈറ്റ് ഉണ്ടെന്ന് കണ്ടിക്കണമെന്നല്ലാണ്ട് വന്ന് നോക്കിയിട്ടില്ലേനും. അപ്പോൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയിട്ട് ഒരു സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതാ പുറത്തിറങ്ങി നോക്കുമ്പോൾ പല പല സാധനങ്ങളില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ആൾക്കാരാണല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ഓരോന്നോരോന്ന് വാങ്ങി ട്രൈ ആക്കി. പിന്നെ ഞാനൊരു ബൂസ്റ്റ് കുലിക്കാണെന്നൊന്ന് വാങ്ങി. അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, ഒപ്പിക്കബിളായിരുന്നു, കുഴപ്പമില്ല. ഓൻ്റെ അടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും എന്നൊക്കെ. പണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ സാധനം കഴിക്കുന്നത്, എൻ്റെ കുലുക്കി. അതിൻ്റെ അത്ര എത്തിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അനൂസിന് പിന്നെ ജോലി കിട്ടിയ വകയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കലബിലെ മൈൻഡ് ചെയ്യരുത് ഗൈസ്. ഞങ്ങളിങ്ങനെയാണ്, എന്താ ചെയ്യുക, എല്ലാവരും കൂടി കൂടുമ്പോൾ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ടീം സ്മാർട്ട്സ്. അതെങ്ങനെ വന്നിരിക്കുന്നുള്ളത് പിന്നെ ഒരു ദിവസം വേറൊരു വ്ളോഗായിട്ടൊക്കെ പറയുന്നതായിരിക്കും. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ കാണാം. ഞാൻ പിന്നെ കുറച്ച് ഇൻട്രോ വീഡിയോ എടുക്കാനൊക്കെ നോക്കി, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ശരിയായില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ തൊട്ട് സെറ്റാക്കും. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ കാണാം. ഓക്കെ, ബൈ.